അതിശക്തം പോഡ്കാസ്റ്റുമായിട്ട് നടന്ന ഷാരിഖ് സംസുദ്ദീൻ ഇലക്ഷൻ ആയി കഴിഞ്ഞപ്പോ പോഡ്കാസ്റ്റ് ചെയ്തപ്പോ ഒരു കുഴപ്പമില്ല. അതും പച്ച പൊളിറ്റിക്സ്. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. സ്ക്രിപ്റ്റഡ് പൊളിറ്റിക്സ്. 365 ദിവസവും വീഡിയോ ചെയ്യുന്ന എന്റെ അടുത്ത് വന്നിട്ട് അടിപൊളി, സൂപ്പർ. ഒന്ന്, ഇലക്ഷൻ ആയപ്പോ അല്ല അതിശക്തം പോഡ്കാസ്റ്റിൽ പൊളിറ്റീഷ്യൻസ് വന്നത്. ഇൻഫാക്ട് ഒരു വർഷം മുമ്പ് പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോ ഫസ്റ്റ് ഗസ്റ്റ് തന്നെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പി രാജീവ് ആയിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി രണ്ടാമത്തെ വിഷയം ഫുള്ളി സ്ക്രിപ്റ്റഡ് ആണെന്ന്. ലോകം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല പറഞ്ഞ ചങ്ങാതിക്കെന്ന് മനസ്സിലായി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. വീഡിയോ ചെയ്യാൻ പോകുമ്പോ അവർ സ്ക്രിപ്റ്റ് തരുമെന്നൊക്കെ പറയുന്നത് ശരിക്കും കോൺസ്പിറസി തിയറികൾ മാത്രമാണ്. എടാ നീ ശരിക്കും മണ്ടനോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ശരിക്കും മണ്ടനാണ് സാർ. ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. പച്ച പൊളിറ്റിക്സ് ഞാൻ സംസാരിച്ചു എന്ന്. എന്റെ അത്രയും നിഷ്പക്ഷമായി ഡേറ്റ വെച്ച് പ്രൊഫഷണലായി പൊളിറ്റീഷ്യൻസുമായി ഈ സമയത്ത് എന്തായാലും വേറെ ആരും വീഡിയോ ചെയ്യുന്നില്ല. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതിശക്തം പോഡ്കാസ്റ്റിന്റെ ഗോൾ വളരെ ക്ലിയർ ആണ്. അതിലെ ഏറ്റവും ടോപ്പായ 3 പേരെ തന്നെ ഞാൻ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സംസാരിച്ചത് പൊളിറ്റിക്സ് അല്ല, പക്ഷേ നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ സ്മാർട്ട് ആക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അപ്പൊ എന്തായാലും ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് അതിശക്തമായി തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോ അതിശക്തം. മോൾ ഇങ്ങനെ പറയാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ ഇങ്ങനെ അന്തസ്സിലാ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല.